ഹോപ്പില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. എല്ലാം ഒരേപോലെ എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നു, രാവിലെ എണീക്കുന്നു, നമ്മളെ ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ചൊന്നും വരാനില്ലാത്തൊരു പ്രതീക്ഷിക്കാനൊന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം അങ്ങനെയല്ല, നമുക്കും സന്തോഷിക്കാൻ, നമുക്ക് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡ് അത് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് സങ്കടം എന്നുള്ള എന്ന് ചിന്തിച്ചിരുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഞാൻ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്റെ ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കി. അപ്പൊ എന്നെ ഹേർട്ട് ചെയ്തവരോട് ഉള്ളിൽ ഭയങ്കര ദേഷ്യം വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് മാറി. അത് അവരുടെ ഒരു പിന്നെ ക്യാരക്ടറും ബിഹേവിയറാണ്. ഞാനത് കൊണ്ട് നടക്കേണ്ടില്ല എന്നുള്ള അത് FSF ഒക്കെ ചെയ്ത് അത് മാറ്റിയെടുത്ത്. ഇപ്പോഴും ഹസ്ബൻഡിനോട് ഇങ്ങനെ കംപ്ലൈന്റ് പറയുമായിരുന്നു, അത് ചെയ്തില്ല ഇത് ചെയ്യില്ല. ഹസ്ബൻഡ് പൊതുവെ മൂപ്പര് ഉള്ള തെറ്റുണ്ടെങ്കിൽ പോലും അത് സമ്മതിക്കാത്ത ഒരാളാണ്. അത് പറയുന്ന ഇഷ്ടമല്ല, നമ്മളത് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അത് നിർത്തി ഞാന് പിന്നെ അവരുടെ സിറ്റുവേഷൻ കൂടി മനസ്സിലായി, തിരക്കായത് കൊണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ കംപ്ലൈന്റ് പറയാറില്ല. അപ്പൊ അത് മനസ്സിലാക്കി ഞാൻ കംപ്ലൈന്റ് നിർത്തിയപ്പോ തന്നെ മൂപ്പര് ഇതിലും ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തെങ്കിലും എന്നോട് അങ്ങനെ പെരുമാറണല്ലോ എന്നുള്ള ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കുകയായിരുന്നു വിളിക്കുമ്പോ, അല്ലാതെ അടുത്തുള്ളപ്പോഴൊക്കെ. അപ്പൊ ഇപ്പൊ ഞാനത് തുറന്ന് പറയും. സാധാരണ ഞാന് അത് എന്നെ കണ്ടറിഞ്ഞ് ചെയ്യണല്ലോ എന്നുള്ള ഇതില് അത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതിൽ മനസ്സിലൊരു ദേഷ്യം കൊണ്ടു നടക്കായിരുന്നു. അപ്പൊ അത് ചെയ്യാതെ ഇപ്പൊ എനിക്ക് അന്ന കാര്യത്തിൽ വിഷമമുണ്ട്, അത് ചെയ്തേല് എന്നൊക്കെ പറയുമ്പോൾ മൂപ്പർക്ക് അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആയാലും അത് മുമ്പത്തെ ലൈഫിൽ നിന്ന് നല്ലൊരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. ഒരു കാര്യത്തിലൊന്നല്ല, ഒരുപാട് കാര്യത്തില് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ വിചാരിച്ച കാര്യത്തിൽ പോലും എങ്ങനെയല്ല നമ്മളെ ചിന്തയിലൂടെ അത് മാറ്റിയെടുക്കാന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.